ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം 3 മാസത്തിൽ കൂടുതലായി ഞാൻ നമ്മുടെ ചാനലിലോട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, ഷോക്കായിരിക്കും അല്ലേ. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാൻ ചിലപ്പോൾ പറ്റില്ല. പിന്നെ നമ്മളതൊക്കെ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരണം. അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളും. ഞങ്ങളുടെ വീടൊക്കെ, ഞങ്ങളുടെ ചേട്ടൻ്റെ മോള് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ അതിൻ്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ചാനലിൽ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന്. അപ്പോൾ അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഒന്ന് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനൊരു ഫുള്ള് ഡേയുടെ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കാലത്ത് ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ കാലത്ത് തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ വോയിസ് കൊടുക്കണ നേരത്ത് ആകെ ഒരു തപ്പിപ്പിടുത്തം. എന്താ പറയണ്ടേ, ഇവിടുന്നാ പറയണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും വിശപ്പുള്ള നേരമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ വയറ് ഫില്ലിംഗ് ആക്കി വെക്കാനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹെൽത്തിയും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പനീറാണ്. പനീറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. അത് 1 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്കിത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടണത് പനീറാണ് കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിൽ വേറെ വെറുതെ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പനീറിലേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പല വെറൈറ്റികളായിട്ട് ചെയ്ത് പരീക്ഷിക്കാം. പിന്നെ കുട്ടികൾക്ക് അതൊരു ഒരു വെറൈറ്റി ആയിട്ട് നേരം വെളുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പനീർ നമ്മൾ ഇതൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചത് ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് മസാലയൊക്കെ എല്ലാറ്റിലും നന്നായി പിടിക്കും. പിന്നെ നമുക്ക് ആ ടൈം കൊണ്ട് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് രാവിലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പരത്തിയെടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവോള, ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പനീറൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വെച്ചെങ്കിൽ ഡീപ്പ് ഫ്രൈ പോലെ കുറച്ചും കൂടി ഓയിലൊക്കെ ഒഴിച്ച് വറുത്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അധികം ഓയിലൊന്നും ഒഴിക്കില്ല. വെറുതെ അതിൽ തന്നെ വറുത്തെടുക്കാം. എന്താ വെച്ചെങ്കിൽ നമ്മൾ 2 ടീസ്പൂൺ ഓയിൽ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് വറക്കാൻ വേണ്ടി വെച്ചു. ആ ടൈമിൽ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാൻ ചെയ്യാൻ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ മാത്രം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. മറ്റേ സൈഡിൽ നമ്മൾ റോൾ ചെയ്തെടുക്കണതല്ലേ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് ഒന്ന് മൊരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ വെജിറ്റബിൾസ്, അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ പനീറൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്ട്രാ പനീർ ഉണ്ടെങ്കിൽ ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാ റോളിലേക്ക് എത്തണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണത്. അല്ല വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ട് ആയാലും വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആയാലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള പനീറിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് വഴറ്റിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് വഴറ്റണം ഒരു നിർബന്ധമല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാവും ഒന്നും കൂടി സേഫ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി എൻ്റെ കയ്യിലുള്ളത് സാൻഡ്വിച്ച് സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ സ്പ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കുറച്ച് സവോളയും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മൾ ചിക്കൻ്റെ ആ മസാല കൂട്ടി ചെയ്യില്ല അതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ പനീർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് റോൾ ചെയ്തിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ട്. അപ്പോൾ ഇത് ഡേറ്റ് കഴിയാറായും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളുടെ വയറ് നിറയ്ക്കാനും അതുപോലെ തന്നെ അവർക്ക് വെജിറ്റബിൾസ് കാർബോഹൈഡ്രേറ്റ്സ് അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പനീർ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചു എന്ന് വരും. അല്ല വെച്ചെങ്കിൽ നമുക്ക് വെറുതെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാറില്ല എന്ന് ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ അവർ തീർച്ചയായിട്ടും വെജിറ്റബിൾസ് കഴിക്കും. അത് മാറ്റി വയ്ക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മക്കൾക്ക് കട്ടൻ ചായ കുടിക്കാനാണ് കേട്ടോ പാൽ ചായനേക്കാളും താല്പര്യം. ഒരാൾക്ക് തീരെ ഇഷ്ടമല്ല പാൽ ചായ, കാപ്പിയാണെങ്കിൽ കുടിക്കും. അപ്പോൾ അത് കാരണം ഇന്ന് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ടെന്ന് വെച്ചാൽ കുറച്ച് നാളത്തിന് ശേഷം ആദ്യമായിട്ടിടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുക എന്തൊക്കെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവരോടും ബൈ ബൈ.